ഹായ് ഹലോ വൺ ഒരു ക്ലാഷ് റിലീസ് തന്നെ വരാൻ വേണ്ടി പോകണം മക്കളെ, വേറെ ഒന്നുമില്ല. ഈ രണ്ട് ചിത്രങ്ങളും ആ രണ്ട് നായകന്മാരുടെ കാര്യങ്ങളിൽ തന്നെ ഗംഭീരമായിട്ടുള്ള മാറ്റം കൈവരിക്കാൻ വേണ്ടി പോകുന്ന ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ടിക്കി ടക. അതുപോലെ തന്നെ ആട് 3 കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരു ക്ലാഷ് റിലീസ് എന്ന് പറയുമ്പോൾ രോഹിത് വി എസ്, അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസ്, അതിൽ വി എസ് ജയസൂര്യ വി എസ്, അതുപോലെ തന്നെ ആസിഫ് അലി, ഈ രണ്ട് താരങ്ങൾ ആണ് ഇതിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ നായകന്മാരും. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ വേണ്ടി ക്ലാഷ് റിലീസ് തയ്യാറെടുക്കാൻ വേണ്ടി പോവാണ്. ആട് 3 റിലീസ് തയ്യാറെടുക്കുന്ന മുന്നേ തന്നെ പറഞ്ഞു ഡിസംബർ ക്രിസ്മസ് റിലീസുമായിട്ടാണ് തയ്യാറെടുക്കുന്നതെന്നും ഇപ്പോൾ ഇത് അടുത്ത് തന്നെ ടിക്കി ടേക്കയുടെ ഒരു അപ്ഡേറ്റും വന്നിരുന്നു, ഡിസംബർ റിലീസ് നമുക്ക് തയ്യാറെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും വൻ ക്ലാഷ് റിലീസ് തന്നെ തയ്യാറെടുക്കുന്നു. മലയാളത്തിൽ സ്വന്തം നമ്മുടെ ആസിഫോട് ഒരു KGF എന്നറിയപ്പെടാൻ വേണ്ടി പോകുന്ന ചിത്രം തന്നെയായിരിക്കും ടിക്കി ടക എന്ന് പറയുന്ന ചിത്രം. അങ്ങനെ നോക്കുമ്പോൾ ജയസൂര്യ കേരളത്തിൻ്റെ വലിയ ബഡ്ജറ്റിലും അതുപോലെ തന്നെ വലിയ ക്യാൻവാസിലും ഒരുപാട് താരങ്ങൾ കാത്തിരിക്കുന്ന ഒരു വലിയൊരു ഫാൻ ബേസ് ചിത്രമാണ് ആട് 3. നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും വിൻ ചെയ്യാന്ന്. നിങ്ങൾ ആ ഈ ചിത്രം വേണ്ടി വെയിറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക.